കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആകാമെന്ന് പ്രാഥമിക നിഗമനം. സ്ഥാപനത്തിൽ ഫയർഫോഴ്സിന് പുറമെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിഭാഗവും കെട്ടിടത്തിൽ പരിശോധന നടത്തും. തീപിടുത്തത്തിൽ 30 കോടിക്ക് മുകളിൽ നാശനഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ ജില്ലാ ഫയർ ഓഫീസർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ടും നൽകും. അതേസമയം സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രവർത്തനക്ഷമമാണെന്നും ജീവനക്കാരെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറ്റുമെന്നും കടയുടമയും വ്യക്തമാക്കി. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ തീപിടുത്തത്തിന്റെ പ്രഭവ കേന്ദ്രവും കാരണവും അടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചേക്കുമെന്നാണ് ഫയർഫോഴ്സിന്റെ വിലയിരുത്തൽ. ഫയർഫോഴ്സ് ഉന്നത സംഘവും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരും കെട്ടിടത്തിൽ പരിശോധന നടത്തി. ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തും. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമിക നിഗമനം. 2023 ഉണ്ടായതിനേക്കാൾ 3 മടങ്ങ് നാശനഷ്ടം ഇത്തവണയുണ്ടായതായാണ് വിലയിരുത്തൽ. 2023 അപകടത്തിനു ശേഷം സ്ഥാപനത്തിന്റെ വയറിംഗ് പൂർണ്ണമായും മാറ്റിയിരുന്നതായും സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രവർത്തനക്ഷമമാണെന്നും ഉടമ ഗോവിന്ദ കമ്മത്ത് പറഞ്ഞു. എവിടെയാണ് സ്പോട്ട് കിട്ടിയില്ല, സ്മെല്ല് കിട്ടി. അവർ AC റൂം ഉണ്ടല്ലോ, എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്, അവിടെയൊക്കെ തപ്പി നോക്കി, സ്മെല്ല് നോക്കി. പക്ഷേ ഇത് കറക്റ്റ് സ്പോട്ടിലെത്തിയപ്പോഴും അവിടെ കൂടുതലായി കഴിഞ്ഞു. നമ്മുടെ കയ്യിലൊതുങ്ങാത്ത രീതിയിലായി സ്റ്റാഫിൻ്റെ. ഷോർട്ട് സർക്യൂട്ട് ആവാം എന്നാണ് എൻ്റെ കൂടുതൽ പരമായ സംശയം. പക്ഷേ അത് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ് മിഷണറിയാണ് നോക്കി, ഫയർ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും. ആദ്യഘട്ടത്തിൽ 1-ാം നിലയിലാണ് തീ പിടിച്ചതെന്ന് കരുതിയ ജീവനക്കാർ അവിടെ പരിശോധന നടത്തുന്നതിനിടെ 2-ാം നിലയിലെ സ്റ്റോക്ക് റൂമിൽ തീ പടരുകയായിരുന്നു. ഉടൻ തന്നെ ജീവനക്കാരെയും കടയിൽ ഉണ്ടായിരുന്നവരെയും പുറത്തിറക്കാനായത് വലിയ അപകടം ഒഴിവാക്കി. 6 മണിക്കൂറോളം എടുത്താണ് നഗരത്തെ ആശങ്കയിലാക്കിയ തീ നിയന്ത്രിക്കാനായത്. ഓഫ് സീസൺ ആയതിനാൽ സ്ഥാപനത്തിൽ ഉപഭോക്താക്കളുടെ എണ്ണം നന്നേ കുറവായിരുന്നു. ഇതും രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായി. ന്യൂസ് മലയാളം, കോഴിക്കോട്.